എന്താ ചെയ്യുന്നത്? യെസ്, വായുവിനെ കട്ട് ചെയ്യുന്നു അല്ലേ. ഓക്സിജനെ കട്ട് ചെയ്യാവുന്ന പരിപാടിയാണ് മോണോലാസ്മേറ്റ് ചെയ്യുന്നത്. ഒരു പമ്പില് ഒരു ടീമെടുത്ത് ഉണ്ടായാൽ ചിലപ്പോൾ കോടികളുടെ നഷ്ടം വന്നേക്കാം. പക്ഷെ ഒരു ബക്കറ്റ് മണ്ണുണ്ടെങ്കിൽ ചിലപ്പോൾ ആ നഷ്ടങ്ങളെല്ലാം നമുക്ക് നികത്താൻ പറ്റും. അപ്പോൾ ഒരു ബക്കറ്റ് മണ്ണിന്റെ വില എന്തായി? ഭയങ്കര വിലയല്ലേ? അത് 4 ബക്കറ്റാണ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്. 4 ബക്കറ്റ് മണ്ണിൽ നിറച്ചു വെക്കുക എന്നുള്ളതാണ്. ആ സമയത്ത് നമുക്ക് ഓക്സിജനെ കട്ട് ചെയ്യുന്നതിന് വേറെ മാർഗമൊന്നും കഴിയില്ല. അപ്പൊ അതുകൊണ്ട് 4 ബക്കറ്റുകൾ വെക്കുന്നു. ഇത് ഹാൻഡിലെല്ലാം ഉണ്ട്. സാധാ വെള്ളത്തിന് മറ്റാവശ്യം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയാണ് അതിന്റെ അടി ഇങ്ങനെ ഉരുട്ടി വെച്ചിരിക്കുന്നത്. അല്ലെ എന്ത് ചെയ്യും? ബാത്റൂമിൽ പോകുമ്പോൾ ഇതും കൊണ്ട് ചിലപ്പോൾ പോയി തരും അല്ലേ. അതുകൊണ്ടാണ് ഇങ്ങനെ കൈ പിടിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത്. ഇതെന്താണ് സംഭവം? 2019 മുമ്പുള്ള വണ്ടികളിൽ എല്ലാ വാഹനങ്ങളിലും സ്പാർക്ക് അറസ്റ്ററുകൾ വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടി വെച്ചേക്കുന്നത്? തീപ്പൊരി തടയുന്നതിന് വേണ്ടി. വാഹനങ്ങൾക്കുള്ളിൽ രൂപപ്പെടുന്ന വാതകത്തോടൊപ്പം തന്നെ കാർബൺ മോണോക്സൈഡിനൊപ്പം തന്നെ തീപ്പൊരിയും ഉണ്ടാവും. ഈ തീപ്പൊരി എന്ത് ചെയ്യണം? പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലാസ്റ്റോപാരിസിന്റെ ഫാൻ അത് കട്ട് ചെയ്ത് കളയും അല്ലേ. പക്ഷെ V4 V6 വണ്ടികൾക്കൊന്നും അത് ആവശ്യമില്ല. കാരണം എന്താണ്? അതിനകത്ത് വെച്ച് തന്നെ അത് കെടുത്തി കളയുന്നു. പുതിയ എഞ്ചിനൊക്കെ അതായത് ഒരു ബോൾ പോലെ വന്ന് അടയുന്ന ചെറിയ രീതിയിലുള്ള വാൽവ്. എന്താണ് സംഭവം? ഫസ്റ്റ് എയ്ഡ് ബോക്സിനകത്ത് ഏതെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് പ്രകാരമുള്ള ഐറ്റംസ്. ഇതെന്താണ് സംഭവം? സേഫ്റ്റി ഗ്ലാസ്. അതിനകത്ത് ഫുൾ പ്രൊട്ടക്ഷനുള്ള സൈഡിൽ പ്രൊട്ടക്ഷനുള്ള സേഫ്റ്റി ഗ്ലാസ്സാണ് ഉപയോഗിക്കുന്നത്. ഇതെന്താണ് സംഭവം? ഗൂഗിൾസിനകത്തല്ല, നമ്മുടെ സേഫ്റ്റി ഹെൽമെറ്റ് എന്താ ഒരു പ്രത്യേകത ഉള്ളത്? ചിൻ സ്ട്രാപ്പ് മസ്റ്റായിട്ട് ഉപയോഗിക്കണം. പമ്പിൽ പോകണമെന്ന് അറിയാം അല്ലെ. ചിൻ സ്ട്രാപ്പ് ഉപയോഗിച്ചിട്ട് എന്താ കുഴപ്പം? നമ്മൾ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുമ്പോൾ ഇത് താഴെ വീണ് പോകും. താഴെ വീണ് പോയാൽ എന്താ കുഴപ്പം? അപ്പൊ തന്നെ സെക്യൂരിറ്റി ഒരു 500 രൂപ ഫൈൻ അടിക്കും അല്ലെ. അതിന്റെ ആവശ്യമുണ്ടോ? ആകെ നമുക്ക് ഡെയിലി എത്ര ശമ്പളം? 1500 2000 അല്ലേ. അതിന് 500 രൂപയുടെ ആവശ്യമുണ്ടോ? അപ്പൊ എന്ത് ചെയ്യണം? ഇത് നമ്മൾ ഈ ചിൻ സ്ട്രാപ്പ് ഇടണം. നിർബന്ധമായിട്ടും ചിൻ സ്ട്രാപ്പ് ഇടണം. ഇതെന്താണ്? തലയുടെ വലിപ്പം അനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. ഇത് ഡിസ്പോസിബിൾ കവറോളാണ്. നമുക്ക് ഉപയോഗിക്കുക, കളയുക. കോവിഡ് സമയത്ത് നമ്മൾ കൂടുതൽ കണ്ടതാണല്ലേ. തല മുതൽ കാല് വരെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഡിസ്പോസിബിൾ കവറോളാണ് ഇത്. പിന്നെ ഇതെന്താണ് സംഭവം? ഫയർ ബ്ലാങ്കറ്റ്. ഇതിന്റെ പർപ്പസ് എന്താ? മുടിയെടുക്കാന്ന് പറയുന്നത് യഥാർത്ഥമായ ഉദ്ദേശം വായുവിനെ കട്ട് ചെയ്യുക അല്ലെ. നമുക്ക് ഇതെടുത്ത് തീപിടിക്കാത്ത വസ്തുവാണ്. ഇത് ഇട്ട് കഴിയുമ്പോൾ ആ പ്രദേശത്തുള്ള വായുവിനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി, ഓക്സിജനെ കട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന തീപിടിക്കാത്ത ഒരു വസ്തു. ഇതെന്താണ്? കവറോൾ അല്ലെങ്കിൽ യൂണിഫോം ഫയർ റിട്ടാർഡന്റ്. ഇതിനകത്തുണ്ട്. അതിനകത്ത് പ്രത്യേക ചിഹ്നമുണ്ട്. പെട്ടെന്ന് തീ പിടിക്കാത്ത ഒരു വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്. റിഫ്ലക്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിക്കർ ഇതിനകത്ത് ദൂരെ നമുക്ക് തിരിച്ചറിയുന്നുണ്ട്. പിന്നെന്താ? വാൽവുകൾ. ഇത് എന്ത് വാൽവാണ്? ഷട്ടർ വാൽവ് അല്ലെങ്കിൽ ഡിസ്ക് ബ്രേക്ക് വാൽവ് അല്ലെ. ഡിസ്ക് ബ്രേക്ക് നോക്കി താഴെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതെന്താണ്? സേഫ്റ്റി ഷൂവിന് സ്റ്റീൽ ടോയ് ഉണ്ട്. ഫയർ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തട്ടി വീഴാതെ ഉള്ള പ്രൊട്ടക്ഷൻ ഉള്ള സ്റ്റീൽ ടോയ് എക്സ്റ്റിംഗ്വിഷറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇനി എക്സ്റ്റിംഗ്വിഷറുകളെ പരിചയപ്പെടാം അല്ലേ. ഓരോ എക്സ്റ്റിംഗ്വിഷറിനും ഓരോ പർപ്പസ് ആണുള്ളത്. ഇതിന്റെ പ്രഷർ ഉണ്ടോ നോക്കിയേ? ഇല്ല. ഇതിനോ? ഇല്ലേ? ഇതിനോ? ഉണ്ട്. ഇതെന്താണ്? ഇത് പ്രഷർ ഉണ്ടോ? ഇതിനകത്ത് എന്താണ് സാധനം? പൗഡറാണ് അല്ലെ. DCP, ഡ്രൈ കെമിക്കൽ പൗഡർ. ഇതിലെന്താണ്? DCP ആണ്. ഇതിനകത്ത് എന്താണ്? വാട്ടർ. ഇതിന്റെ ഉള്ളിൽ എന്താണ്? ഫോം. ഇതിനകത്ത് എന്താ സാധനം? ഇതിനകത്ത് മാത്രം പ്രത്യേകതയുണ്ട്. പ്രഷർ ഗേജ് ഇല്ല. പക്ഷെ ഇതിനകത്ത് ഈ ജസ്റ്റ് ഇതിന്റെ ഈ പിന്നെടുത്ത് മാറ്റുക. ഇത് വാൽവ് തിരിച്ചാൽ മാത്രം മതി.
നമ്മുടെ വീട്ടിലെ ഗ്യാസ് സിലിണ്ടർ പോലെ തന്നെ ഇതിനകത്ത് ശീതീകരിച്ച് വാതകം CO2 സൂക്ഷിച്ചിരിക്കുകയാണ്. പുറത്തേക്ക് വരുമ്പോൾ